മുനിയൂർ സ്കൂൾ അധ്യാപകന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് കേസിൽ പ്രതിയെ രക്ഷിക്കാൻ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് ശ്രമം നടക്കുന്നതായി ആരോപണം. കേസന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിക്കാനിരിക്കെ അന്വേഷണ ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റിയതിന് പിന്നാലെയാണിത്. കേസിൽ ഒന്നാം പ്രതിയായ സ്കൂൾ മാനേജർ മുനിയൂർ പഞ്ചായത്ത് പ്രസിഡന്റാണ്. ഇയാൾ ഇപ്പോൾ ഒളിവിലാണ്. മുന്നിയൂർ സ്കൂൾ അധ്യാപകൻ കെ അനീഷിനെ ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിച്ച കുറ്റത്തിന് ഒന്നാം പ്രതി ചേർക്കപ്പെട്ട മുന്നിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് VP സൈതലവിയെ രക്ഷിക്കാനാണ് മുസ്ലിം ലീഗ് വഴിവിട്ട നീക്കം നടത്തിവരുന്നത്. ഇയാൾക്കെതിരെ നിലവിൽ 2 കേസുകളാണുള്ളത്. ഒന്ന് പാലക്കാട് സെഷൻ കോടതിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ക്രൈം നമ്പർ 405/2014. ഇതിൽ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് സൈതലവി ഒന്നാം പ്രതിയാണ്. മുന്നിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ സൈതലവിക്കെതിരായ രണ്ടാമത്തെ കേസ് വ്യാജരേഖയുണ്ടാക്കാൻ ഡോക്ടറെ പ്രേരിപ്പിച്ചതും അതിനായി ഗൂഢാലോചന നടത്തിയതുമാണ്. കേസുകളുടെ അന്വേഷണ ചുമതലയുള്ള ഉദ്യോഗസ്ഥനെ കഴിഞ്ഞ ദിവസം സ്ഥലം മാറ്റി. ആഭ്യന്തര വകുപ്പിനെ സ്വാധീനിച്ച് മുസ്ലിം ലീഗ് കേസ് ഇല്ലാതാക്കാനുള്ള ശ്രമം നടത്തുന്നതായി ആരോപണം ഉയർന്നതിന് പിന്നിലാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഇടപെടൽ നടന്നതായി അറിയുന്നത്. അനീഷ് ആത്മഹത്യ ചെയ്തതിനു മുമ്പ് നൽകിയ പരാതിയിന്മേൽ വകുപ്പ് തല അന്വേഷണം നടത്തുന്ന ADPI വിനോദ് ബാബുവിനെ അന്വേഷണത്തിൽ നിന്നും പിന്തിരിപ്പിക്കാനാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് സമ്മർദ്ദം നടന്നു വരുന്നത്. അതേസമയം 2 കേസുകളിൽ പ്രതിയായ സൈതലവിയെ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും മാറ്റണമെന്ന ആവശ്യം ലീഗ് അണികൾക്കിടയിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട്. AM യാസർ, റിപ്പോർട്ടർ, മലപ്പുറം.